വെൽക്കം ടു തൽപ്പാക്കട്ടി ബിരിയാണി വീഡിയോ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് പ്രിപ്പറേഷൻസ് ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം അതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം. കുഞ്ഞു ഉള്ളി 1 കപ്പ് വേണം, 1 കപ്പിന് മല്ലിയില വേണം, 2 ചില്ലി അക്കോർഡിംഗ് ടു യുവർ സ്പൈസ് ലെവൽ എടുത്താൽ മതി. നമ്മൾ 2 എടുത്ത് അതിൽ കൂടുതലോ കുറവോ എടുക്കാം. എടുത്ത കൊറിയാൻഡർ ലീവ്സിനെക്കാട്ടിലും കുറച്ച് കുറവ് എമൗണ്ട് മിൻറ്റ് ലീവ്സ് എടുക്കണം. അത്ര അരച്ച് വയ്ക്കുക. പിന്നെ നമുക്കിതിലേക്കുള്ള മസാലയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുക്കുക. ചട്ടിയിലിട്ട് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ സ്പൈസ് ആയിട്ടുള്ള ഈ ഇല ഇടണം. പിന്നെ ഹാഫ് തക്കോലം ഇടണം. കുഞ്ഞ് 2 പീസ് കറുവപ്പട്ട, 1 ടീസ്പൂൺ വലിയ ജീരകവും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഇടണം. പിന്നെ 1 സ്പൂൺ പെപ്പറും 3 ഏലക്കയും 8 ഗ്രാമ്പും ഇടണം. ഇതാണ് ഈ ബിരിയാണിയിലേക്കുള്ള മസാല. ഈ മസാല അരയ്ക്കുമ്പോൾ കുറച്ച് ചെറിയ പീസ് ജാതിപത്രി ഇടണം. പിന്നെ ഇതിലേക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും ഈ പൊടി അരയ്ക്കുന്നതിൽ തന്നെ ഇടണം. അതും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടാൽ മതി. നമ്മൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. കുറച്ചും കൂടെ സ്പൈസിയാണ് ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇടണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബിരിയാണി മസാല. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മല്ലി അങ്ങനത്തെ സ്പൈസസൊക്കെ, ഇത് അരച്ച് വെച്ച ഉള്ളി, മല്ലിയില, പുതിനയില, പച്ചമുളക്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. കുറച്ച് ജിഞ്ചറും ഗാർലിക്കും എടുത്ത് ഇങ്ങനെ പേസ്റ്റാക്കി വെക്കണം. പിന്നെ ചിക്കനിൽ മഞ്ഞൾപ്പൊടി, തൈര്, ഉപ്പ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ ഗ്രൗണ്ട് പ്രിപ്പറേഷൻസ് ഒക്കെ കഴിയുമ്പോഴേക്കും അത് സോക്കാവും. അപ്പോൾ ഇതൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് കത്തിച്ച് ചട്ടി വയ്ക്കുക. ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇപ്പം നമ്മൾ ആക്കി വെച്ച മസാലയൊക്കെ സോട്ട് ചെയ്യാൻ മാത്രം എണ്ണ ചെറിയ രീതിയിൽ ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇതിലേക്കൊരു 3 ഏലക്ക ഇടുക. ആദ്യം ഏലക്ക ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഉള്ളി, കൊറിയാൻഡർ ലീവ്സ് അതൊക്കെ വെച്ചിട്ടുള്ള പേസ്റ്റ് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇടണം. ഇത് രണ്ടും നന്നായി റോസ്റ്റ് ആവുന്നത് വരെ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത് റോസ്റ്റ് ആയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മസാലയാണ് ഇടേണ്ടത്. അപ്പോൾ അത് സോട്ടാവാൻ കുറച്ച് ടൈം എടുക്കും. സോട്ടായിട്ട് മസാല ഇടുക. മസാല ഇട്ട് അധികം ടൈം കഴിയാതെ തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാൻ പറ്റും. മസാല കരിയണ്ട, ജസ്റ്റ് ഒന്നിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം വരുമല്ലോ, ആ വെള്ളം വരാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് അടച്ച് വയ്ക്കാം.
അടച്ചു വയ്ക്കുന്നതിന് മുന്നേ ചിക്കൻ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് എല്ലാ മസാലയും അതിലേക്ക് പിടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് അടച്ചു വയ്ക്കുക. ഇനി അത് തുറന്നിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. ഈ ചിക്കനിന് അധികം വെള്ളം വന്നിട്ടില്ല, എല്ലാ ചിക്കനും അങ്ങനെ ആവില്ല, ചില ചിക്കനിന് വെള്ളം വരും. അപ്പോൾ ഈ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടി അടച്ചു വയ്ക്കാം. ഇപ്പോൾ അത് നന്നായി തിളച്ച് വന്നു. ഇനിയാണ് നമുക്കിതിലേക്ക് റൈസ് ഇടേണ്ടത്. അപ്പോൾ റൈസിന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന എമൗണ്ട് ഓഫ് റൈസിൻ്റെ ഡബിൾ എമൗണ്ട് വെള്ളമാണ് വേണ്ടത്. അതിന്ന് ഈ ചിക്കനിൽ ബാക്കിയുള്ള വെള്ളം മൈനസ് ചെയ്തിട്ട് വേണം ഒഴിക്കാൻ. അപ്പം നമ്മൾ 2 കപ്പ് റൈസ് എടുത്തത് കാരണം നമ്മൾ 3 കപ്പ് വെള്ളമാണ് ചിക്കനിലെ വെള്ളം മൈനസ് ചെയ്തിട്ട് ഒഴിക്കുന്നത്. ഈ റൈസ് ഇടുന്നതിന് മുന്നേ നമ്മൾ ഒഴിച്ച വെള്ളം തിളയ്ക്കുകയും വേണം, വേണ്ടത്ര ഉപ്പ് ഇടുകയും വേണം. ആ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം, എന്നാലേ റൈസിലേക്ക് പിടിക്കുമ്പോൾ ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഡ്രെയിൻ ചെയ്ത് അതിലിടുക, എന്നിട്ട് ഇളക്കി വീണ്ടും അടച്ച് വയ്ക്കുക. ഈ അടച്ച് വയ്ക്കുമ്പോഴാണ് ചിക്കനും റൈസും എല്ലാം വേവുന്നത്. ഫൈനൽ പാർട്ട് ഓഫ് ദി ബിരിയാണിയാണ്. സോ അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഗീ ഇട്ടിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വയ്ക്കുക. അപ്പോൾ ഒരു ഈ ആവിയിലൊന്ന് വെന്ത എഫക്റ്റ് വരും. അടച്ചു വയ്ക്കുന്നതിന് മുന്നേ ഒരു വാഴയിലയും കൂടി വെച്ച് അടച്ചു വെച്ചാൽ ഒരു വാഴയിലയുടെ ഒരു നല്ല ഫ്ലേവർ വരും. അപ്പോൾ മുകളിൽ ഒരു വാഴയില വയ്ക്കുക, അതിൻ്റെ മുകളിൽ അടപ്പം വെച്ച് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ്സ് വയ്ക്കുക. തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അടിപൊളി ബിരിയാണി കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.